അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു. സനാബിൽ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, 43-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ 44-ാമത്തെ അധ്യായമായ സൂറത്തു ദുഖാനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സൂറത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ നമുക്ക് ഇന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم പ്രിയപ്പെട്ട പഠിതാക്കളെ, ഈ 44-ാം സൂറത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള പേര് ദുഖാൻ എന്നാണ്. സൂറത്തു ദുഖാൻ. സൂറത്ത് എന്ന് പറഞ്ഞാൽ അധ്യായം, ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക എന്നാണ്. ഈ സൂറത്തിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു പുകയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതെന്ത് പുകയാണ്? കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു പുകയാണോ, അതോ ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന ഭൂമി മുഴുവനും മൂടുന്ന ഒരു പുകയാണോ? അതിനെപ്പറ്റിയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ 10-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമുക്ക് ഈ സൂറത്തിന് ദുഖാൻ എന്ന് പേര് പറയാനുണ്ടായ കാരണം, അള്ളാഹു അതിന് പേര് കൊടുക്കാനുണ്ടായ കാരണം, 10-ാമത്തെ ആയത്തിൽ ഒരു പുകയെ പറ്റിയിട്ട് വിശദീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുകയെ പറ്റിയിട്ട് അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇതിലെ ആയത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. ഇതിലെ ആദ്യത്തെ ആയത്ത് ഹാമീം. തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിത് ആരംഭിക്കുന്നു എന്നർത്ഥം. ഹാമീം, ഹാ മീം. കഴിഞ്ഞ സൂറത്തും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഹാ മീം എന്നീ അക്ഷരങ്ങളെ സംബന്ധിച്ച്. അറബി ഭാഷയിലുള്ള 2 കേവലാക്ഷരങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിശദീകരണങ്ങളും പല മുഫസ്സിറുകളും പറയുന്നുണ്ടെങ്കിലും ഒന്നും കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന് കിട്ടിയിട്ടില്ലാത്ത വിശദീകരണമാകയാൽ അതൊന്നും പൂർണ്ണമായിട്ടും ശരിയാണെന്നോ ശരിയല്ലെന്നോ പറയാൻ നമുക്ക് സാധ്യമല്ല. പണ്ഡിതന്മാർ മുഴുവനും മുഫസ്സിറുകൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഹാ മീം അറബി ഭാഷയിലുള്ള 2 അക്ഷരങ്ങൾ. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള 2 അക്ഷരങ്ങളാണ് ആദ്യമായി പറയുന്നത്. അറബി ഭാഷയിലുള്ള 2 അക്ഷരങ്ങൾ. അതുപോലെയുള്ള അറബിയിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് മാത്രമാണ് ഈ വിശുദ്ധ ഖുർആൻ
അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ അംഗീകരിക്കുക. ഇതുപോലെ ഒന്ന് സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്കറിയാവുന്നതല്ലേ അറബി ഭാഷയും അറബി ഭാഷയിലെ അക്ഷരങ്ങളും. ആ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ ഈ ഖുർആൻ വന്നത്. കഴിയുമെങ്കിൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളിയെ സൂചിപ്പിക്കുന്നതാണ് ഇത് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്ന് വാങ്ങട്ടെ. അറബി ഭാഷയിലെ ഹ മീം എന്നീ രണ്ട് അക്ഷരങ്ങൾ ഓതുമ്പം നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പഠിച്ചതാണ്. ഹ മദ് അസ്ലിയാണ്. അതായത് രണ്ട് അക്ഷരങ്ങൾ, രണ്ട് ഹർക്കത്ത്, രണ്ട് അക്ഷരമല്ല, രണ്ട് ഹർക്കത്തിൻ്റെ കതിറാണ് നീട്ടേണ്ടത്. മീം എന്നുള്ളത് 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടണം. അപ്പോൾ ഹ നീട്ടുന്നതിൻ്റെ 3 ഇരട്ടി മീം എന്ന് പറയണം. ഹമീം ഹമീം ഇതേ രൂപത്തിൽ പാരായണം ചെയ്യുക. തുടർന്ന് രണ്ടാമത്തെ ആയത്ത് വൽ കിതാബിൽ മുബീൻ. ഇതും നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിച്ചത് തന്നെയാണ്. സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. മുബീൻ വ്യക്തമാക്കുന്ന, സ്പഷ്ടമായ കാര്യങ്ങൾ വിവരിക്കുന്ന, കാര്യങ്ങൾ വിശദമാക്കുന്ന. അപ്പോൾ കാര്യങ്ങളൊക്കെയും വിശദമാക്കി വ്യക്തമാക്കി വിവരിച്ചു തരുന്ന വിശുദ്ധ ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. അപ്പോൾ ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. എന്താ പറയുന്നത്? മൂന്നാമത്തെ ആയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഇന്നാ തീർച്ചയായും നാം, അൻസൽനാ നാം ഇറക്കി അഥവാ നാം അവതരിപ്പിച്ചു, ഹു ഇതിനെ, അതായത് ഈ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇറക്കി, ഫീ ലൈലത്തിൻ ഒരു രാവിൽ, ഒരു രാത്രിയിൽ, മുബാറക്കത്തിൻ അനുഗ്രഹീതമായ, ബർക്കത്ത് എന്ന് വരുന്നത് ബർക്കത്തുള്ള, അപ്പം അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നാം ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ച ഇന്ന തീർച്ചയായും നമ്മൾ, കുന്നാം നമ്മൾ തന്നെയാണ്, മുൻദിരീൻ മുന്നറിയിപ്പ് നൽകുന്നവർ നമ്മൾ തന്നെയാകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. പറയുന്നത് ഈ വിശുദ്ധ ഖുർആനെ നാം ഒരനുഗ്രഹീത രാത്രിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതാണ് ഈ അനുഗ്രഹീത രാത്രി? ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചത്, അതും അനുഗ്രഹീതമാണ് ആ രാത്രി എന്ന ലൈലത്തുൻ മുബാറക്കത്ത് എന്ന. ഒട്ടുമിക്ക മുഫസ്സിറുകളും ഇതിനെ വിശദീകരിക്കുന്നത് അത് ലൈലത്തുൽ ഖദർ തന്നെയാണെന്ന. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുണ്ടല്ലോ സൂറത്തുൽ ഖദറിൽ, വിശുദ്ധ ഖുർആന്റെ താഴെ ഭാഗത്തുള്ള ചെറിയ സൂറത്തിൽപ്പെട്ട സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നാം ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് ഖദറിന്റെ രാത്രിയിലാകുന്നു, മഹത്വമേറിയ രാത്രിയിലാകുന്നു എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഇവിടെ ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞതുകൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് പ്രാമാണികരായ മുഫസ്സിറുകളൊക്കെയും വിശദീകരിക്കുന്നത്. എന്നാൽ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലമില്ലാത്ത ചില റിപ്പോർട്ടുകൾ ചിലർ പറയാറുണ്ട്. ചില തഫ്സീറുകളിലൊക്കെ ആ തരത്തിലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ശഅബാൻ 15 ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ചിലരുടെ ഭാഗത്ത് നിന്നുണ്ട്. എന്നാൽ അതല്ല, ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദർ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തന്നെയാണെന്നും, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച പിന്നെ റമദാൻ മാസം എന്ന് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് നസ്സായിട്ട് സൂറത്ത് ബഖറയിൽ വിശദീകരിക്കുന്നത് കൊണ്ട് റമദാൻ മാസത്തിൽ തന്നെയാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തഫ്സീർ തിബിരി, ഉമ്മഹാത്തു തഫാസീർ എന്ന് പറയുന്ന തഫ്സീറുകളിൽപ്പെട്ടത് അതൊക്കെ. ഇമാം തിബിരി റഹിമഹുല്ലായുടെ തഫ്സീർ മാതൃ തഫ്സീറുകൾ എന്നറിയപ്പെടുന്ന ഉമ്മഹാത്തു തഫാസീറിൽ പെടുന്ന തഫ്സീറുകളാണ്. അപ്പോൾ തിബിരിയിൽ ഇമാം തിബിരി പറയാണ് ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞാൽ ഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദർ തന്നെയാണ് അത്. എന്നിട്ടതിങ്ങനെ പിന്നെ ശഅബാൻ 15 എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത് വസ്സവാബു മിനൽ ഖൗലി ഫീ ദാലിക, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള ശരിയായ വാക്ക് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദർ എന്ന് തന്നെയാകുന്നു എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം തിബിരി റഹിമഹുല്ല വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇമാം റാസി റഹിമഹുല്ല പറയുന്നു. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ ഇതിനെ സംബന്ധിച്ച് ദീർഘമായിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇമാം റാസി പറയുന്നതാണ്, ഈ ശഅബാൻ 15 ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നവരുടെ വാക്ക് അത് ശരിയല്ല എന്നും, യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നവർക്ക് അതിന് അവലംബിക്കാവുന്ന യാതൊരു തെളിവും അവരുടെ അടുക്കലില്ല എന്നും ഇമാം റാസി റഹിമഹുല്ല പറയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവരിങ്ങനെ
പിന്നെ ശഅബാൻ 15 ഈ ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വൈന്നമാ ഖനിഉ ഫീമാ വൈന്നമാ ഖനിഉ ഫീഹി ബി അൻ നഖലുഹു അൻ ബഅദിന്നാസ്. ചില ജനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവരിതിങ്ങനെ സംതൃപ്തരായിട്ടിത് ഈ അഭിപ്രായം പറയുന്നത്. ചിലരിങ്ങനെ പറയുന്നു എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അതിന് പ്രാമാണികമായ ഒരു രേഖയുടെ പിൻബലം അതിനില്ല. എന്നിട്ട് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് സ്വഹീഹായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലോട്ട് പോകാൻ പറ്റില്ല. ഇമാം റാസി റഹിമഹുല്ല പറയാണ്, ഖുർആൻ അവതരിച്ച ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് സ്ഥിരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഖുർആനിൻ്റെ ആയത്തോതി കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിലാണ് ഇറങ്ങിയത്, അത് റമദാൻ മാസത്തിലാണ് ഇറങ്ങിയത്, റമദാനിൻ്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. വളരെ മഹത്വമേറിയ രാത്രിയാണത്, വളരെ ഷർഫാക്കപ്പെട്ട രാത്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ളത് എന്നാണല്ലോ. അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശ്രേഷ്ഠതയും അതുപോലെ പുണ്യവും ഒക്കെ മഹത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രാത്രിയായ ലൈലത്തുൽ ഖദറാണ്, അത് റമദാനിലാണ് എന്നും വിശുദ്ധ ഖുർആൻ തന്നെ സ്പഷ്ടമായി പറയുകയും അള്ളാഹുവിൻ്റെ റസൂൽ ആ ഖുർആൻ വചനം ഓതി കേൾപ്പിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഇതിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് വരെ ഇമാം റാസി റഹിമഹുല്ല പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നേരത്തെ ഒന്നാമത് പറഞ്ഞിട്ടുള്ള ലൈലത്തുൽ ഖദർ ആണ് ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാകുന്നു ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവസാനിപ്പിക്കാൻ. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ല പറയാണ്, ഇത് ശഅബാൻ 15 എന്ന രൂപത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ സ്പഷ്ടമായ പ്രവചനത്തിന് അല്ലെങ്കിൽ വിശുദ്ധ സ്പഷ്ടമായ പ്രഖ്യാപനത്തിന് എതിരാകുന്നു. ഖുർആനിലെ നെസ്സിനെതിരാകുന്നു. ഏത് ലൈലത്തുൽ മുബാറക്കത്ത് എന്നുള്ളത് ശഅബാൻ 15 എന്നത് ഖുർആനിന്റെ നെസ്സിന് എതിരാകുന്നു. എന്താ നെസ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായി പറഞ്ഞത്, വ്യക്തമാക്കി പറഞ്ഞത്. ഇപ്പൊ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണല്ലോ ലൈലത്തുൽ ഖദർ എന്ന്, ഫീ ലൈലത്തിൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നും ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ എന്നും ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നും അത് റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നും സ്പഷ്ടമായിട്ട് നെസ്സായിട്ട് തന്നെ ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് അത് പിന്നെ ശഅബാൻ 15 എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. അത് സത്യത്തിൽ നിന്ന് വളരെയേറെ അകലെയാകുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഖുർത്തുബി തങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്, ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് വല്ലവ്വലു അസഹൂൻ, അതായത് ലൈലത്തുൽ ഖദർ ആണ് ഈ ലൈലത്തുൽ മുബാറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാകുന്നു ഏറ്റവും ശരിയായിട്ടുള്ളത്. കാരണം അദ്ദേഹം നിരത്തുന്നു ലിഖൗലിഹി തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് അല്ലാഹു സൂറത്തുൽ ഖദറിൽ പറഞ്ഞ സ്ഥിതിക്ക് അത് റമദാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദർ തന്നെയാകുന്നു എന്ന് സ്പഷ്ടമാകുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ഈ ലൈലത്തുൽ ഖദർ എന്നതാണ് അതിൽ ശരി, അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞ ശഅബാൻ 15 എന്നത് ശരിയല്ല എന്ന് ഇമാം ഖുർത്തുബി പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രാമാണികരായ ഒട്ടുമിക്ക മുഫസ്സിറുകളും ലൈലത്തുൽ ഖദർ ആകുന്നു ഈ ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് തെളിവിൻ്റെ പിൻബലമുള്ളതും ഏറ്റവും ശരിയായിട്ടുള്ളതും ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ തന്നെയാകുന്നു എന്ന അഭിപ്രായമാകുന്നു എന്ന് വിശദീകരിക്കുകയോ ചെയ്യുന്നവരാണ് പ്രാമാണികരായ മഹാഭൂരിഭാഗം മുഫസ്സിറുകളും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ശഅബാൻ 15 അല്ല ഇത് റമദാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദറാണ്. അപ്പോൾ എന്നാണ് ഈ ലൈലത്തുൽ ഖദർ? അത് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടില്ല. റമദാനിൻ്റെ ഒരു രാത്രിയിലാവുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. റമദാൻ 16 വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്, 26 28 അങ്ങനെ പല വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതെന്തുമാകട്ടെ, അത് കൃത്യമായിട്ട് എന്നായിരുന്നു ഹിറാ ഗുഹയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിൻ്റെ ആദ്യ വചനമായ സൂറത്തെ അലഖിൻ്റെ ആദ്യ വചനങ്ങൾ അവതരിച്ച് കിട്ടിയത് എന്ന തീയതിയിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തതയില്ല. കാരണം ആ തീയതി അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് അതെന്നാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏത് ദിവസമാണ് എന്ന് ലൈലത്തുൽ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ, സഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും വരുന്ന വഴിയിൽ വെച്ച് രണ്ടുപേർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും
ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മറന്നു പോവുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അത് അള്ളാഹു എന്നെ മറപ്പിച്ചതാണ്, അത് നിങ്ങൾക്ക് ഖൈറിന് വേണ്ടിയായിരിക്കാം എന്നെ അങ്ങനെ മറപ്പിച്ചത്. നിങ്ങൾക്ക് ഖൈറ്, നിങ്ങൾ കൂടുതൽ കാലം കൂടുതൽ ദിവസം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഖൈറായിട്ടായിരിക്കാം അള്ളാഹു എന്നെ അത് മറപ്പിച്ചത്. അതിനായിരിക്കാം വഴിയിൽ വെച്ചിട്ടൊരു ശണ്ടുണ്ടായത്. മറ്റു രണ്ട് പേരിട്ട് റസൂലുള്ളാഹി അല്ല, എന്നെ അത് മറപ്പിച്ച് കളഞ്ഞതൊക്കെ അതുകൊണ്ടായിരിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, എന്നിട്ട് അവസാനം റസൂലുള്ളാഹി പറയുന്നത്, റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത് എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് ലൈലത്തുൽ ഖദർ, റമളാനിൻ്റെ അവസാനത്തെ 10 ഏതോ ഒരു ദിവസം. അതുതന്നെയാവുന്നു ലൈലത്തുൽ മുബാറക്കത്ത്, അനുഗ്രഹീത രാത്രി എന്ന് ഈ സൂറത്തിൽ, സൂറത്തു ദുഖാനിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ റമളാനിലെ അവസാനത്തെ 10 എന്നുള്ള അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും റമളാനിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. കാരണം അത് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്, ഖുർആൻ അവതരിച്ചത് റമളാൻ മാസത്തിലാണെന്ന്. അപ്പം റമളാൻ മാസത്തിൻ്റെ അപ്പുറത്തേക്ക് എന്തായിരുന്നാലും പോകാൻ സാധ്യമല്ല. പിന്നെ ഇനി ഇവിടെയുള്ളൊരു വിശദീകരണം ആവശ്യമുള്ളത്, ഖുർആൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ട് എങ്ങനെയാണ് വാനലോകത്ത് നിന്ന്, അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പഠിച്ചു, വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിക്കുന്നതിൻ്റെ മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ എന്നല്ല നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിച്ചത് ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബിൽ, മൂലരേഖയിൽ, മൂലഗ്രന്ഥത്തിൽ ആയിരുന്നു വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നത്. ആ മൂലഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂലരേഖ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ്. ലോകത്ത് നടക്കുന്ന സർവ്വ കാര്യങ്ങളും ഖിയാമത്ത് നാൾ വരെയും അല്ലെങ്കിൽ അതിൻ്റെ ശേഷവും നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബ്, ഒരു മഹാഗ്രന്ഥം, അതാകുന്നു ലൗഹുൽ മഹ്ഫൂദ് അഥവാ ഉമ്മുൽ കിതാബ്, മൂലരേഖ, മൂലഗ്രന്ഥം. അതിലാണ് വിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അഥവാ മൂലഗ്രന്ഥത്തിൽ നിന്ന്, ഉമ്മുൽ കിതാബിൽ നിന്ന്, ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒക്കെ തന്നെ കേട്ടോ, ഉമ്മുൽ കിതാബിൽ നിന്ന് ഒന്നിച്ച് ആ വിശുദ്ധ ഖുർആൻ 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്നിടത്തേക്ക് അവതരിച്ചു എന്നും, അല്ലെങ്കിൽ 1-ാം ആകാശത്തിലേക്ക്, ഹദീസുകളിൽ കാണാം 1-ാം ആകാശത്തിലേക്ക്, ചിലടത്ത് ബൈത്തുൽ ഇസ്സ എന്നുണ്ട്. അപ്പോൾ 1-ാം ആകാശത്തിലേക്ക് അവതരിച്ചു വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ. എവിടെ നിന്ന്? ഉമ്മുൽ കിതാബിൽ നിന്ന് അഥവാ മൂലഗ്രന്ഥത്തിൽ നിന്ന്. ആ വിശുദ്ധ ഖുർആൻ, ഇന്ന് നമ്മൾ കാണുന്ന ഈ വിശുദ്ധ ഖുർആൻ്റെ ആദ്യം മുതൽ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെയുള്ള അതിലുള്ള എല്ലാം പൂർണ്ണമായിട്ടും ഒന്നിച്ച് 1-ാമത്തെ ആകാശത്തിലേക്ക് അഥവാ ഭൂമിയോടടുത്തുള്ള ആകാശത്തിലേക്ക് അള്ളാഹു ഇറക്കി അവതരിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണയിൽ തന്നെ, അല്ലെങ്കിൽ മലക്കുകളുടെ സംരക്ഷണത്തിലുള്ള 1-ാം ആകാശത്തിൽ എവിടെയോ അള്ളാഹു അവതരിപ്പിച്ചു വെച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ നിന്ന് സമയാസമയത്ത് അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച്, ഉദ്ദേശിച്ചതനുസരിച്ച് അതിൻ്റെ ആയത്തുകൾ കുറേശ്ശെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചു കിട്ടി. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ മാനവർക്ക് അള്ളാഹു നൽകിയത് എന്നാണ് ഈ വിഷയമായിട്ട് സൂചിപ്പിക്കുന്ന പ്രബലമായ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ലൈലത്തുൽ മുബാറക്കയിലാണ് അഥവാ ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് പറയുമ്പോൾ അത് ഏത് അവതരണത്തെ ഉദ്ദേശിച്ചിട്ടാണ്? വാനലോകത്ത് നിന്ന്, അഥവാ വാനലോകത്തല്ല, ലൗഹുൽ മഹ്ഫൂദ് അല്ലേ, ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്ന് ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് അവതരിപ്പിച്ച അല്ലെങ്കിൽ ഇറക്കിയ ആ ഇറക്കത്തെ, ആ അവതരണത്തെ പറ്റിയാണോ ഇതിലെ ഖദറിൻ്റെ രാത്രിയിലാണ് അവതരിച്ചത് എന്ന് പറയുന്നത്? ആയേക്കാം, അല്ലാഹു അലം. അതല്ല, അള്ളാഹുവിൻ്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യമായി അവതരിക്കുന്ന സൂറത്ത് അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിച്ച് കിട്ടിയ അതാണോ ലൈലത്തുൽ ഖദർ അഥവാ ലൈലത്തുൽ മുബാറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുമായേക്കാം. ഈ രണ്ടും ഒരേ ദിവസമാണോ? അങ്ങനെയുമായേക്കാം, അങ്ങനെ സംഭവിച്ചേക്കാം. ഒന്നായിട്ട് 1-ാം ആകാശത്തിലേക്ക് ഇറക്കി പിന്നെ ഏതോ ഒരു വർഷത്തിൽ അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് അതേ രാത്രിയിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു ഭാഗമായിട്ട് ആദ്യമായിട്ട് അവതരിച്ച് കിട്ടി. അങ്ങനെയാണോ? അങ്ങനെയുമായേക്കാം, അള്ളാഹു അലം. അപ്പോൾ ഏതുമായിരിക്കട്ടെ, പൊതുവെ മുഫസ്സിറുകൾ അംഗീകരിച്ചിട്ടുള്ളത്, പൊതുവെ ഹദീസിൻ്റെ പിൻബലമുള്ളത് ഈ കാര്യത്തിന്. ഏത് കാര്യം? ഉമ്മുൽ കിതാബിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഒന്നിച്ചവതരിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അവിടെ നിന്ന് അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് നിശ്ചയിക്കുന്ന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഖുർആൻ പൂർണ്ണമായി മാനവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതാണ് പൊതുവെ ഹദീസിൻ്റെയും
പിൻബലത്തിൽ മുഫസ്സിറുകൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിലെ നിഗമനം. ബാക്കി അല്ലാഹു അഅലം. അപ്പോൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, തീർച്ചയായും നാം ഈ വിശുദ്ധ ഖുർആനിനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം തന്നെ മുന്നറിയിപ്പ് നൽകുന്നവരുമാകുന്നു. മുന്നറിയിപ്പ് മരണാനന്തരമുള്ള ജീവിതത്തിൽ വരാനിരിക്കുന്ന കൊടിയ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച്, അതിഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ച്, പുനരുത്ഥാനത്തിന് ശേഷമുണ്ടാകുന്ന ഭയാനകതകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നവൻ അല്ലെങ്കിൽ വിശദീകരിക്കുന്നവർ തന്നെയാകുന്നു നാം, അഥവാ മുന്നറിയിപ്പ് നൽകുന്നവർ തന്നെയാകുന്നു നാം. ഇത് വിശുദ്ധ ഖുർആന്റെ പേരിൽ തന്നെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. തുടർന്ന് 4-ാമത്തെ ആയത്ത്, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഫീഹ, അതിൽ, അതായത് ആ ദിവസത്തിൽ, ലൈലത്തുൽ മുബാറക് നമ്മൾ ദീർഘമായി വിശദീകരിച്ചല്ലോ. ആ ദിവസത്തിൽ യുഫ്റഖു, വേർതിരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു, കുല്ല്, എല്ലാം, അംർ, കാര്യങ്ങൾ, കുല്ലു അംരിൻ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അന്നത്തെ രാത്രിയിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. ഹക്കീം, യുക്തിമത്തായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുന്ന ദിവസമാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അപ്പോൾ എന്തായി പറഞ്ഞ കാര്യങ്ങൾ? ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം. അന്ന്, അഥവാ ആ ദിവസത്തിൽ, ആ രാത്രിയിൽ, ദിവസമല്ല ആ രാത്രിയിൽ, യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. അതായത് ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഉമ്മുൽ കിതാബാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസത്തിൽ ഒരു വർഷം ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കാനുണ്ടോ അവയെല്ലാം മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഒരു വർഷത്തിൽ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നു, മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിശദീകരിച്ചു കൊടുക്കുന്നത് അന്നത്തെ ദിവസമാണ്. കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ലോകത്തിൻ്റെ പല കാര്യങ്ങളും നിയന്ത്രണങ്ങളൊക്കെയും അള്ളാഹു മലക്കുകളെ ഓരോന്നോരോന്നായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ മലക്കുകളിലൂടെ മലക്കുകളെ കൊണ്ട് നടപ്പിൽ വരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുക. അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, അള്ളാഹുവിനെല്ലാം കഴിവുണ്ട്. പക്ഷേ അള്ളാഹു അത് കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടപ്പാക്കാൻ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ആ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു സൃഷ്ടിക്കൊട്ട് അവകാശവുമില്ല. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനത് ചെയ്യാൻ കഴിയില്ല എന്നല്ല, അള്ളാഹുവിൻ്റെ കഴിവുകേടാന്ന് ആരും വിചാരിക്കേണ്ട. അള്ളാഹുവിന് കഴിയും, കഴിയാത്തത് കൊണ്ടല്ല. ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ആണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമെന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവുക എന്ന് പറയൽ മാത്രമേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടായിരിക്കുന്നു, അപ്പോഴേക്കും അതവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അത് അള്ളാഹുവിൻ്റെ കഴിവ് തന്നെയാണ്. അത്രയും കുദറത്തും എല്ലാമുള്ള അപാരമായ മഹത്വമേറിയവനാണ് പടച്ചറബ്. മഹത്വമേറിയ കഴിവിൻ്റെ ഉടമയാണ് അള്ളാഹു. ആ അള്ളാഹു അവൻ തന്നെ നിശ്ചയിക്കുകയാണ് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ. നിയന്ത്രിക്കാൻ അല്ല നമ്മൾ പറയേണ്ടത്, അത് നടപ്പിൽ വരുത്താൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്നു. ഉദാഹരണത്തിന് പ്രവാചകത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ, പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്ദേശം നൽകുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്മാർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. വേറെ മലക്കുകളുണ്ടോ എന്നറിയില്ല, അള്ളാഹു ആലം. നമുക്ക് അറിയാവുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഒരു പക്ഷേ മുൻകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാർക്ക് വേറെ ഏതെങ്കിലും ഒരു മലക്കിലൂടെ ആയിരിക്കാം ചിലപ്പോൾ വേദഗ്രന്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, നമുക്കറിയില്ല, അള്ളാഹു ആലം. എന്തായിരുന്നാലും ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റ് മുൻകഴിഞ്ഞ പല പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. മീകായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹു ഏൽപ്പിക്കുന്നു ഭൂമിയിലെ ഇടി, മിന്നൽ, കാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മഴ പോലെയുള്ളതിൻ്റെ കാര്യങ്ങൾ, അതെപ്പോഴൊക്കെ ഏതൊക്കെ അളവിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ള കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടപ്പിൽ വരുത്താൻ എല്ലാം അള്ളാഹുവിൻ്റെ കർമ്മങ്ങൾ തന്നെയാണ്, അള്ളാഹുവിൻ്റെ പ്രവൃത്തി തന്നെയാണ്. അത് നടപ്പിൽ വരുത്താൻ ഇങ്ങനെ ഈ ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നു. ജീവജാലങ്ങളുടെ റൂഹിനെ പിടിക്കാൻ അഥവാ മരിപ്പിക്കാൻ മലക്കുൽ മൗത്തിനെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനുള്ള അധികാരം, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ അള്ളാഹു മലക്കുൽ മൗത്തിനോട് ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ജീവനെ പിടിക്കാൻ കഴിയില്ല എന്നർത്ഥത്തിലല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട്
മലക്കുകൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു തീർക്കേണ്ടതായ, അവർ നടപ്പിൽ വരുത്തേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ വർഷവും അള്ളാഹു മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. നിർണയിക്കപ്പെട്ട രാത്രി എന്നും അതിന് പറയാം. കാര്യങ്ങളൊക്കെ നിർണയിക്കുന്നു, കാര്യങ്ങളൊക്കെ നിർണയിച്ചു കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ ലൈലത്തുൽ ഖദറാണ് എന്നും ഈ അർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മഹത്വമേറിയതാണ് എന്ന അർത്ഥത്തിൽ മഹത്വമേറിയ രാത്രി എന്ന നിലക്കും ലൈലത്തുൽ ഖദർ എന്ന് അർത്ഥം വിശദീകരിക്കാറുണ്ട്. അപ്പം ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെയും വിവരിക്കപ്പെടുന്നു. കുല്ലു അംരിൻ ഹക്കീം, വേർതിരിച്ച് വിവരിച്ചു കൊടുക്കേണ്ടതായ യുക്തിമത്തായ എല്ലാ കാര്യവും അന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. അംറൻ കൽപ്പനയായിക്കൊണ്ട്, മിൻ ഇൻദിന നമ്മുടെ അടുക്കൽ നിന്ന്, മിൻ നിന്ന് എന്ന് പറയാം, ഇന്ത് അടുക്കൽ, എന്തിന നമ്മുടെ അടുക്കൽ. അപ്പം നമ്മുടെ അടുക്കൽ നിന്നുള്ള അഥവാ നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയായിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും വിവരിച്ചു കൊടുക്കുന്നു, നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെയും വിവരിച്ചു കൊടുക്കുന്നു. ഇന്ന തീർച്ചയായും നാം, കുന്ന നാം തന്നെയാണ്, മുർസിലീൻ പ്രവാചകന്മാരെ അയക്കുന്നതും നാം തന്നെയാകുന്നു. നാം നൽകുന്ന ദൗത്യം അത് പ്രവാചകന് നൽകുന്ന പ്രവാചകന്മാരെ ദൗത്യവുമായിട്ട് അയക്കുന്നതും നാം തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ അടുക്കൽ നിന്നുള്ള കൽപ്പന എന്ന നിലയ്ക്ക് കൽപ്പനയായിക്കൊണ്ടാണ് മേലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വിവരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നടപ്പാക്കേണ്ടത്, മലക്കുകൾ നടപ്പാക്കേണ്ടത്. പിന്നെ പറയുന്നത് നാം പ്രവാചകന്മാരെ അല്ലെങ്കിൽ റസൂലുകളെ, ദൂതന്മാരെ നാം അയക്കുന്നവരുമാകുന്നു. ഏത് ദൂതന്മാർ? മനുഷ്യരിലേക്കുള്ള ദൂതന്മാരല്ലേ. അതുപോലെ പ്രവാചകന്മാർക്ക് അല്ലാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ദൂതന്മാരുണ്ടാവും. അതെല്ലാം നമ്മൾ തന്നെയാകുന്നു അയക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുകളെ. 6-ാമത്തെ ആയത്ത് റഹ്മതൻ മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം. റഹ്മതൻ കാരുണ്യമായിക്കൊണ്ട്, മിർ റബ്ബിക നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമായിട്ട് ആകുന്നു ഈ പ്രവാചകന്മാരെയൊക്കെ അയക്കുന്നത്, അഥവാ വേദഗ്രന്ഥം അവതരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ച് നൽകുന്നത്. ഇന്നഹു തീർച്ചയായും അവൻ, ഹുവ അവൻ തന്നെ, അസ്സമീർ എല്ലാം കേൾക്കുന്നവനും, അൽ അലീം എല്ലാം അറിയുന്നവനും അവൻ തന്നെയാകുന്നു. അള്ളാഹുവിൻ്റെ വിശേഷമായിട്ട് പറഞ്ഞതാ. എല്ലാം കേൾക്കുന്നുണ്ടവന്, എല്ലാം അറിയുന്നവനുമാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന നിലക്കാണ് അള്ളാഹു നിങ്ങൾക്ക് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വലിയൊരു റഹ്മത്ത, വലിയൊരു കാരുണ്യ. ലോകർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണത്. ഒരുപാട് കാരുണ്യം അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും വായുവായി, കുളിക്കാൻ വേണ്ട, ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, അതിന് പര്യാപ്തമായ വിധം ഭൂമിയെ സജ്ജമാക്കിയത്, ഒരു കെട്ടിടത്തിന്, ഒരു ബിൽഡിങ്ങിൻ്റെ മച്ചിന് സമാനമായിട്ട് ആകാശത്തെ സംവിധാനിച്ചത്, നക്ഷത്രങ്ങളെ സംവിധാനിച്ചത്, ചൂടും വെളിച്ചവും നൽകാനുള്ള നക്ഷത്രങ്ങളെ സംവിധാനിച്ചത്, രാവും പകലും ഉണ്ടാക്കിയത്, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു ലോകർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത്ര വിശാലമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത കാരുണ്യമാണ് ലോകർക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച് നൽകിയത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹു വേദഗ്രന്ഥം പ്രവാചകന്മാരിലൂടെ ലോകത്തിന് നൽകി എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ ആസ്വദിക്കാനുള്ള എന്തൊക്കെ റഹ്മത്തും ബർക്കത്തും കാരുണ്യവും അനുഗ്രഹവും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെയും ഈ ഭൂമിയിലുള്ള മരണത്തോടുകൂടി മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുക. അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യൻ ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ, ദുനിയാവിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര കാലം ഉപയോഗപ്പെടുത്തും? അപ്പോൾ മരിക്കുന്നത് വരെ അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ എന്തെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? ഈ ദുനിയാവിൽ നൽകിയ കാരുണ്യം, അള്ളാഹു ദുനിയാവിൽ നൽകിയ വെളിച്ചം മരിക്കുന്നത് വരെയല്ലേ ഉപകാരപ്പെടുള്ളൂ. ഖബറിൻ്റെ അടിയിൽ പോയിട്ട് ബർസഖി ലോകത്ത് പോയാൽ പിന്നെ വെളിച്ചം ഉപകാരപ്പെടും. അള്ളാഹു ഇവിടെ നൽകിയ ഭക്ഷണം, അത് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം ഇവന് വല്ല ആവശ്യമുണ്ടോ? അത് അവന് ഉപകരിക്കുമോ? ഒന്നും ഉപകരിക്കില്ല. അപ്പോൾ അവന് നാളെ പരലോകത്ത്, അതായത് മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ശരിയായ വിജ്ഞാനീയങ്ങളും അവിടെ രക്ഷപ്പെടാനുള്ള വിശ്വാസം എന്താണ്, കർമ്മങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് റഹ്മതൻ മിർ റബ്ബിക, നിന്റെ നാഥനിൽ നിന്നുള്ള കാരുണ്യമാണത്. ബാക്കിയൊക്കെ ദുനിയാവിൽ തീരുമ്പോൾ ഈ കാരുണ്യം, വിശുദ്ധ ഖുർആൻ എന്ന കാരുണ്യം, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചത് ജീവിച്ചത് കൊണ്ടുള്ള കാരുണ്യം, അത് അവനെക്കാലവും ബർസഖിൽ ഉപകാരപ്പെടുന്നു,
അവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഉപകാരപ്പെടുന്നു, മഹശറയിലെ നൃത്തത്തിൽ ഉപകാരപ്പെടുന്നു, വിചാരണയുടെ സമയത്ത് ഉപകാരപ്പെടുന്നു, സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഉപകാരപ്പെടുന്നു. സ്വർഗത്തിലെത്തിയിട്ട് അവൻ്റെ അമലുകൾക്ക് വേദഗ്രന്ഥത്തിനനുസരിച്ച് അമലുകൾ ക്രമീകരിച്ചതിൻ്റെ പ്രതിഫലം എന്ന നിലക്ക് മഹത്തായ സ്വർഗവും സുഖസൗകര്യങ്ങളും ശാശ്വതമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു വേദഗ്രന്ഥങ്ങളിലൂടെ ശരിയായ മാർഗമേതാണ്, സത്യത്തിൻ്റെ പാത ഏതാണ്, സ്വർഗത്തിലേക്കുള്ള പാത ഏതാണ് എന്ന് കാണിച്ചു കൊടുത്തതാണ് ഏറ്റവും വലിയ കാരുണ്യം, അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യം. ആ നിലക്ക് നിങ്ങൾക്ക് ഇതൊക്കെ നൽകിയിരിക്കുന്നു. അവനാണ് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ അവനാണ്. ഇത് നമ്മൾ നേരിട്ട് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് ജീവിതം നമ്മൾ നന്നാക്കി തീർക്കുക. കുറേ കേട്ടതുകൊണ്ടോ കുറേ വായിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അത് ജീവിതത്തിലേക്ക് വരണം, നമ്മളെ സ്വാധീനിക്കണം. വിശുദ്ധ ഖുർആൻ അതിനാ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഖുർആൻ കൊണ്ട് ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ, അതിൻ്റെ ആശയം പഠിക്കുമ്പോൾ അത് നമ്മളെ മനസ്സിലേക്ക് കടന്നു വരണം. എന്നിട്ട് ജീവിതം അതിനനുസരിച്ച് മാറ്റേണ്ടിടത്ത് മാറ്റണം. ജീവിതത്തിലെ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്, അത് ആവുകയും ചെയ്യും, സാധ്യമാവും. ആ രൂപത്തിൽ മാറണമെന്നും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും കൂടുതൽ നന്മ ചെയ്യണമെന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കട്ടെ. അബദ്ധങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.